ഇസ്രയേൽ ഒരു കൂട്ടക്കൊലയാളിയുമായി കണക്ക് തീർത്തുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള തന്റെ ആദ്യ പരസ്യ പ്രസ്താവനയിലാണ് പ്രതികരണം. നൂറുകണക്കിന് അമേരിക്കക്കാരും ഡസൻ കണക്കിന് ഫ്രഞ്ചുകാരും ഉൾപ്പെടെ എണ്ണമറ്റ ഇസ്രയേലികളെയും മറ്റ് രാജ്യങ്ങളിലെ നിരവധി പൌരന്മാരെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിയായ ഒരാളുമായി ഞങ്ങൾ സ്കോർ പരിഹരിച്ചു. നസ്രല്ലയെ ജീവിക്കാൻ അനുവദിച്ചാൽ ഹിസ്ബുള്ള പുനർജനിക്കുമെന്നതിനാൽ നിർവീര്യമാക്കാൻ താൻ നിർദ്ദേശം നൽകിയതായി നെതന്യാഹു വെളിപ്പെടുത്തി. അദ്ദേഹം ഹിസ്ബുള്ളയുടെ കഴിവുകൾ വേഗത്തിൽ പുനർനിർമ്മിക്കുമായിരുന്നു. അതിനാൽ ഞാൻ ഉത്തരവിട്ടു. നസ്രല്ല ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹിസ്ബുള്ള പ്രവർത്തിക്കുന്ന ലബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചിരുന്നു. മാസങ്ങളായി ഇസ്രയേലി സുരക്ഷാ വിഭാഗം നസ്രല്ലയെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. ഈ ആഴ്ച അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്യണമെന്നും അല്ലെങ്കിൽ അവസരം കടന്നുപോകുമെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചു. നസ്രല്ല ഒരു തീവ്രവാദിയല്ല, ഭീകരനായിരുന്നു. ഞങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വരും വർഷങ്ങളിൽ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ മാറ്റുന്നതിനും നസ്രല്ലയുടെ കൊലപാതകം അനിവാര്യമായ ഒരു ചുവടുവയ്പായിരുന്നുവെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നസ്രല്ലയുടെ മരണത്തിൽ ലബനൻ സർക്കാർ തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തന്റെ മുൻഗാമികളെ ടെൽ അവീവ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ നിർവീര്യമാക്കിയതിനു ശേഷം ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ പേരായ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. തന്നെ രക്ഷിക്കാൻ ഹിസ്ബുള്ള ഇനി വരുന്നില്ലെന്ന് സിൻവാർ കാണുന്തോറും നമ്മുടെ ബന്ദികളിലേക്ക് മടങ്ങിവരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഹമാസ് പിടികൂടിയ ഇസ്രയേലികളെ മോചിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളെ പരാമർശിച്ച് നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ ഒന്നിലധികം തവണ സിൻവാറിനെ നിർവീര്യമാക്കാൻ ഇസ്രയേൽ അടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. വരും ദിവസങ്ങളിൽ സിൻവാറിനെ ഇല്ലാതാക്കാൻ ടെൽ അവീവിൽ കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഹമാസും ഹിസ്ബുള്ളയും IDFുമായി വിരൽ ചൂണ്ടുന്ന മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക അട്ടിമറിയായിരിക്കാം ഇതെന്നും നെതന്യാഹു വിശ്വാസമർപ്പിച്ചു. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയുടെ വധം ചരിത്രപരമായ വഴിത്തിരിവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടിയത്. നസ്രല്ലയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തി. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പൊതുപരിപാടികൾ നിരോധിച്ചിട്ടുണ്ട്. ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസുകൾ വരെ റദ്ദാക്കി. ഹിസ്ബുള്ള ഭീകരർക്കെതിരെ മുഴുവൻ ശക്തിയുമെടുത്ത് പോരാടുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള അവസാനിപ്പിച്ചേ മതിയാകൂ. അതുവരെ പ്രതിരോധം ശക്തമായി തന്നെ തുടരും. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം തുടരാനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ കാര്യമായ പ്രതീക്ഷയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. നസ്രല്ലയെ അഭിനന്ദിച്ച ഹിസ്ബുള്ള കുറിപ്പുമിറക്കി. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നസ്രല്ലയുടെ വധത്തിൽ തിരിച്ചടി നടക്കുമെന്ന് ഇസ്രയേലിന് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഇസ്രയേൽ തുറമുഖം ആക്രമിച്ചെന്ന് യമനിലെ ഹൂതികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപായിരുന്നു ആക്രമണം. ഇറാന്റെ പരമോന്നത നേതാവ് സുരക്ഷിത ഇടത്തേക്ക് നീങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ നസ്രല്ലയുടെ വധം നീതിയുടെ നടപടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.